ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ, അതായത് ആ മണ്ണുത്തി സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ നിന്ന് വെള്ളാനിക്കര റൂട്ട്, ഈസ്റ്റ് വെള്ളാനിക്കര എന്ന ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 4,300 സെൻറ്റ് സ്ഥലത്ത് 1,050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു അടിപൊളി എലിവേഷനോട് കൂടിയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ നല്ല വീതി കൂടിയ ടാറിനോടല്ല കേട്ടോ, ടാറിനോട് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. അതുപോലെ ഈ ഒരു സൈഡും നമുക്കിവിടെ അവസാനിക്കുകയാണ്, എൻഡ് റോഡാണ്. നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ്. അതുപോലെ വീടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് കാണാം, നല്ല നീളം കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇതേപോലെ പോർച്ച് ടൈലെല്ലാം വിരിച്ച് ഫുള്ളായിട്ടും ഈ സൈഡ് ഫ്രണ്ട് ഫുള്ളായിട്ടും വിരിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് അത് ക്ലിയർ ചെയ്യുക, ആ റെഡ് ആൻഡ് ആഷ് കളറേ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് തരിക. നമുക്ക് നമ്മുടെ വാഹനമൊക്കെ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. വലിയൊരു വണ്ടികളൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ടച്ച് വർക്കുകളും ധാരാളം LED ബൾബുകളും നമുക്ക് കാണാം. നല്ലൊരു എലിവേഷനാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുമലൊക്കെ ധാരാളം ടൈൽ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഈ പില്ലറിനൊക്കെ ടച്ച് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള ടച്ച് വർക്കാണ് കൊടുത്തത്. ഈ വീട് തെക്കോട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊടുത്തിരിക്കുന്നതിലും വാസ്തുവിധി പ്രകാരം പടിഞ്ഞാട്ടും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ട ഈ ഭാഗത്തു കൂടി നമുക്ക് ഇറങ്ങാനും കയറാനും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൽ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത്. കയറി നമ്മുടെ സ്റ്റീൽ ഡോറാണ് ഫ്രണ്ട് ഡോറിൽ കൊടുത്തിരിക്കുന്നത്, ഒറ്റ ഡോറായിട്ട്. നമ്മൾ കയറി വരുന്ന ഒരു ലിവിംഗ് ഹാളാണിത്. ഒരു മാർബിൾ ഡിസൈനിലെ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീതി കൂടി ടൈൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതും അപ്പോക്സിയോട് കൂടിയിട്ട്. അതുപോലെ ചുമരിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, സൂക്ഷിച്ച് നോക്കണം, വീഡിയോയിൽ അത്ര ക്ലിയർ ആവില്ല. ഒരു വാൾപേപ്പർ മുകളിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നേരിട്ട് വന്ന് കണ്ടാലാണ് അറിയുക. അതുപോലെ ഭാഗത്തൊക്കെ നമുക്കിവിടെ ടൈൽ വർക്ക് മറ്റേ കർട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ വശത്ത് ധാരാളം ഹോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫാന്, റിമോട്ട് കൺട്രോൾ ഫാനും ഇവിടെ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ഈ ഭാഗത്തും ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വാൾപേപ്പറിൻ്റെ. അതുപോലെ ലിവിംഗ് ഹാളിൽ ഒരു അടിപൊളി TV യൂണിറ്റ് മൾട്ടിവുഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല LED ബൾബൊക്കെ വെച്ചിട്ട് നല്ലൊരു മോഡലിംഗ് ആയിട്ടുണ്ട് ലിവിംഗ് ഹാള്. അതുപോലെ ഒരു ആർച്ചോട് കൂടിയിട്ടാണ് ഇവിടെ ലിവിങ്ങിന് നമ്മൾ ഡൈനിങ് ഹാളിനെ, അതും മൾട്ടിവുഡിലാണ് LED ബൾബൊക്കെ വെച്ചിട്ട് ഡൈനിങ് ഹാളിലേക്ക് ഇത് പ്രവേശിക്കുന്നത്. സെയിം മാച്ചിങ് ടൈലാണ്, വീതി കൂടി ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോക്സിയോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്, ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു സൈഡിലേക്കായിട്ട്. ഈ ചുമലിലൊരു നമുക്ക് കാണാം ഒരു ബ്രൗൺ കളറുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ മുകൾ വശത്തും ധാരാളം LED ബൾബുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റേ ഫാനും കൊടുത്തിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സൈഡിലാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈൽ വർക്കും അതേപോലെ LED ബൾബോടുള്ള ഒരു മിററൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് കബോർഡും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിനാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഫസ്റ്റത്തെ ബെഡ്റൂം. അതേ മാച്ചിങ് തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിൽ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. 12x10 ഇവിടെ അളവ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കർട്ടൻ വർക്കൊക്കെ ഓൾറെഡി സെറ്റാണ്. വാൾ ടോപ്സ് നോക്കിയാൽ നല്ലൊരു പച്ച കളറിൽ സെൻറ്ററിലൊരു മിററൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബാത്റൂം പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത വിധത്തിൽ തുറന്ന് നോക്കിയാൽ തന്നെയാണ് ബാത്റൂം നമുക്ക് കാണുള്ളൂ. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാൾ ടൈലിൽ വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വെറൈറ്റി രീതിയിലാണ് ഈ വീട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ വർക്ക് ധാരാളം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. 12x10 തന്നെയാണ് സൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ രണ്ട് സൈഡിലും കർട്ടൻ വർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇവിടെ വാൾ ടോപ്സ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ മറ്റേ മിററൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാത്ത വിധത്തിൽ ഡോറ് കൊടുത്തിരിക്കുന്നു. ഉള്ളിൽ സെപ്പറേറ്റ് ഡോറും കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സൊക്കെ നല്ല ഗ്യാരണ്ടി കൂടിയ ഫിറ്റിങ്സാണ്, മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. 10-15 കൊല്ലമൊക്കെ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെല്ലാം ബില്ലൊക്കെ ഓൾറെഡി ഉള്ളതാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത്. അതുപോലെ ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരവും. ബസ് റൂട്ടിൽ നിന്ന് ഒരു 400 മീറ്റർ കേട്ടോ, അത്ര അടുത്ത് തന്നെയാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. സെയിം മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. കർട്ടൻ വർക്കൊക്കെ എല്ലാം ഓൾറെഡി സെറ്റാണ്. ഇനി വേറെ നമുക്ക് പുതിയൊരു വർക്കൊന്നും ഇതിലേക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. വാട്ടോപ്സിൽ സൈഡിലായിട്ട് 3 പാളിയിൽ കൊടുത്തിരിക്കുന്നു. സെൻറ്ററിൽ ഒരു മിററും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡ്രസ് യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് മിററൊക്കെ വെച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റെപ്പ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കബോർഡൊക്കെ. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. വാഷേരിയോട് കൂടി തന്നെയാണ് ഈ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹീറ്ററിനുള്ള പോയിൻറ്റും അതുപോലെ എക്സോസ്റ്റും എല്ലാതും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ കുത്തിപ്പൊളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ്. 9 കിലോമീറ്ററാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് 3.5 കിലോമീറ്റർ. ബസ് റൂട്ടിൽ നിന്ന് വെറും 400 മീറ്റർ കേട്ടോ, അത്ര അടുത്താണ്. ഇത് നമ്മൾ കിച്ചണിലേക്ക് ഇട്ടാൽ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നത്. അതേ മാച്ചിങ് തന്നെയാണ് ഇവിടെയും ഫ്ലോർ ടൈൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല കളർഫുള്ളായിട്ടൊരു കബോർഡ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, യെല്ലോ ഷെയ്ഡിൽ. വീഡിയോയിൽ കാണുന്നേക്കാൾ നല്ല രസമാണ് നേരിട്ട് വന്ന് കാണാൻ. അതുപോലെ ചുമരിൻ്റെ സൈഡിലൊക്കെ വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ കബോർഡ് വർക്കൊക്കെ ഇത് തന്നെ ഈ യെല്ലോ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ, നല്ല രസമാണ്. ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, നല്ല വീതി കൂടി ഗ്രാനൈറ്റ്. നല്ല മുകൾ വശത്തും ധാരാളം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സോസ്റ്റ് ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നൊരു ഭാഗമാണിത്. അതേ മാച്ചിങ് തന്നെയാണ് ഇവിടെയും ടൈല് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെ കബോർഡ് വർക്കുകളും ഒരു വാഷേരിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോർ പോലെ ഇത് സൈഡിലായിട്ട് ഒതുക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡ് മറ്റേ സ്റ്റോറിനെ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് കിടക്കുന്നൊരു ഭാഗം അത്. ഈ ഭാഗത്തൊക്കെ ബേബി മെറ്റലൊക്കെ വിരിച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ചെളിയൊന്നും ചുമരും തയ്ക്കാത്ത വിധത്തിലേ. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ബേബി മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പിന്നെ ഫുള്ള് ടൈല് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇവിടെ വെള്ളത്തിന് ഓപ്പൺ വെല്ലാണ് കേട്ടോ. ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ. എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്തൊരു ഏരിയയും. വേനൽക്കാലത്തൊക്കെ ധാരാളം വെള്ളം കിട്ടുന്നില്ലേ, ആദ്യം താത്തിരുന്നില്ലേ കാണാം നമുക്ക്. അത്രയും വെള്ളം കിട്ടുന്നൊരു ഏരിയ തന്നെയാണ്. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. 3 ബെഡ്റൂം ഓൾറെഡി ഉള്ള കാരണം ഈ ഒരു സൈഡിലാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. കാണാം നമുക്ക്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 9 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അതുപോലെ മണ്ണുത്തിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്ററും. ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില വെറും 45 ലക്ഷം രൂപയാട്ടാ. വില നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.